ഹലോ, നമുക്കൊരു റിപ്പോർട്ടഡ് സ്പീച്ച് നോക്കിയാലോ? ഇവിടെ ഗ്രിറ്റയുടെയും ഗ്രിറ്റയുടെ ഡാഡിൻ്റെയും ഒരു കോൺവെർസേഷനാണ് തന്നേക്കുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ തന്നേക്കുന്ന സെൻറ്റൻസ് ഏത് ടെൻസിലാന്ന് ആദ്യം നോക്കണം. എന്നിട്ട് അതിനെ വേറൊരു ടെൻസിലേക്ക് മാറ്റണം. ഇവിടെ നമുക്ക് വായിച്ചു നോക്കാം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ശ്രദ്ധിച്ചിരുന്നാൽ ഇത് സെറ്റായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നോക്കിക്കേ. ഗ്രിറ്റ, ഐ തോട്ട് യു കുഡ് മേക്ക് റിയൽ പീച്ചസ്. തിങ്കിൻ്റെ പാസ്റ്റാണ് തോട്ട്. ഞാൻ വിചാരിച്ചു. വിചാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് അല്ലേ, വിചാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് തോട്ട് എന്നുള്ള വാക്ക് വന്നേക്കുന്നത്. ഐ തോട്ട് യു കുഡ് മേക്ക് റിയൽ പീച്ചസ്. നിങ്ങൾക്ക് റിയൽ പീച്ചസ്, അതായത് ഡാഡിന് റിയലി ഉള്ള പീച്ച് എന്ന് പറയുന്ന ഫ്രൂട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഇവിടെ ഐ തോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു, പാസ്റ്റാണ്. യു കുഡ്, കുഡ് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയട്ടെ. നമ്മൾ പറ്റും എന്നുള്ളതിന് ഇപ്പോൾ ശരിക്കും പറ്റുന്നതല്ല, നമ്മൾ ഇമാജിനേഷനിൽ നമ്മൾ പറയില്ലേ, ഓ നിങ്ങൾക്ക് പറ്റുന്ന വിചാരിച്ചേ, പറ്റുന്ന വിചാരിച്ചെന്ന് പറയണമെങ്കിൽ എന്താ, അത് ഇമാജിനേഷനിൽ അല്ലെങ്കിൽ ശരിക്കും നടക്കില്ല, ഒരു ഉറപ്പില്ലാത്ത കേസ് പറയുമ്പോഴാണ് ഈ കുഡ് ഉപയോഗിക്കുക. ഓക്കെ, യു കുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് തന്നെ നമ്മളത് എന്താ, അൺസർട്ടൺ ആണത്, തീർച്ചയല്ല ഉണ്ടാക്കാത്തത് കൊണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ കേസ് പറയാൻ കുഡ് ഉപയോഗിക്കാം. യു കുഡ് മേക്ക് റിയൽ പീച്ചസ്, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, ഐ തോട്ട് യു കുഡ് മേക്ക് റിയൽ പീച്ചസ്. അപ്പോൾ ഡാഡ് റിപ്ലൈ പറയണം. അപ്പോൾ ഐ തോട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, പാസ്റ്റ് ടെൻസിലാണ്. ഐ തോട്ട് എന്നുള്ള ഒറ്റ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് പാസ്റ്റാന്ന് മനസ്സിലായി ഇല്ലേ? അടുത്തത് നോക്കിക്കേ. ഡാഡ്, നോ യു ഹാവ് ടു ഗോ ടു ദ സ്റ്റോർ ഫോർ ദോസ്. നോ യു ഹാവ് ടു. ഹാവ് എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ്. പാസ്റ്റ് ഏതാണ്, ഹാഡ്. പ്രസൻ്റ് ആണ് ഹാവ്. അപ്പോൾ നോക്കിയേ, യു ഹാവ് ടു ഗോ ടു, പോണം. ഗോ ടു എന്ന് പറയുമ്പോൾ അവിടെ ഗോ എന്നുള്ളത് പ്രസൻറ്റ് ടെൻസ് തന്നെയാണ്. ടു ദ സ്റ്റോർ ഫോർ ദോസ്, അതിനു വേണ്ടി സ്റ്റോറിൽ പോകണം. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് ടെൻസിലാണ്. രണ്ടാമത്തെ സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസിലാണ്. ആദ്യത്തെ പാസ്റ്റ് ടെൻസ് ആവാൻ കാരണം ആദ്യത്തിൽ തോട്ട് എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്. രണ്ടാമത്തെ പ്രസൻറ്റ് ടെൻസ് ആവാനായിട്ട് കാരണം യു ഹാവ് ടു, ഗോ ടു എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ ഫസ്റ്റത്തെ പാസ്റ്റ് ടെൻസിലുള്ളതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും, പോയി ഇനി ഞാനില്ല ഇതിൽ, എനിക്ക് ചാനൽ ഇനി കാണില്ല എന്ന് വിചാരിക്കേണ്ട, പേടിക്കേണ്ട. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്. അതായത് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാമോ, ഒന്നില്ലെങ്കിൽ ഹാവ്, അല്ലെങ്കിൽ ഹാസ്, അല്ലെങ്കിൽ ഹാഡ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് ടെൻസ്, അതായത് ഒരു ഹാഡ് എഴുതണം, എന്നിട്ട് എന്തിൻ്റെങ്കിലും ഇ ഡി ഫോം ചേർത്ത് എഴുതാം. പിന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഹാവ് ആയിരിക്കും വരാം. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് വരും. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് നമ്മൾ ആക്കണ്ടേ. ഇവിടെ നോക്കിയേ, ഐ തോട്ട് യു കുഡ് മേക്ക് റിയൽ പീച്ചസ്, ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ആക്കണ്ടേ. അപ്പോൾ ആദ്യം തന്നെ ഗ്രിറ്റ ആറിനോട് പറഞ്ഞെന്നുള്ളതാണ് ആദ്യം എഴുതണ്ടേ. ഗ്രിറ്റ എന്നുള്ള ഡയലോഗ് തുടങ്ങുമ്പോൾ കൂടെ തന്നെ ഗ്രിറ്റ ആറിനോട് പറഞ്ഞേ, ഡാഡിനോട്. ഗ്രിറ്റ ടോൾഡ്, അവളുടെ ഡാഡ് എന്നാക്കുക, ഹെർ ഡാഡ്, ദാറ്റ്. ഇതാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. ഗ്രീറ്റ ടോൾഡ് ഹെർ ഡാഡ് ദാറ്റ്. ഐ എന്നുള്ളത് മാറ്റണം. ഗ്രീറ്റ അവളെ തന്നെ പറ്റി പറയുകയാണ് അല്ലേ, ഐ, അതാണ് അവൾ ഐ എന്ന് യൂസ് ചെയ്തത്. ഐ മാറ്റി ഗ്രീറ്റയുടെ ഡയലോഗ് ആയതുകൊണ്ട്, ഗ്രീറ്റ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അവിടെ ഷീ ആക്കണം. ഷീ. തോട്ട് എന്നുള്ളതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ആക്കണമെങ്കിൽ ഹാഡ് തോട്ട് എന്നാക്കണം. അപ്പോൾ എന്താണ്, ഗ്രിറ്റ ടോൾഡ് ഹെർ ഡാഡ് ദാറ്റ് ഷീ ഹാഡ് തോട്ട്. കാരണം പാസ്റ്റ് ടെൻസിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ആക്കിയപ്പോൾ ഹാഡ് തോട്ടായി. യു കുഡ്, യു എന്താക്കണം, ഡാഡിനെ യു എന്ന് ഉദ്ദേശിക്കുന്നത്. ഡാഡിനെ യു എന്ന് പറയുന്നതല്ല, ഇവിടെ എന്താ മാറ്റുമ്പോൾ എന്താ, ഹി എന്നാക്കണം. ഹി കുഡ് മേക്ക് റിയൽ പീച്ചസ്. ബാക്കി അങ്ങനെ തന്നെ മാറ്റണ്ട. രണ്ടാമത്തെ നോക്കിയേ, ഡാഡ് പറയുന്നത് നോ എന്നാണ് റിപ്ലൈ. നോ. അങ്ങനെയുള്ളത് നെഗറ്റീവ്ലി റിപ്ലൈ ചെയ്തു എന്ന് നമ്മൾ എഴുതണം. അതെങ്ങനെയാണ് നോക്കിയേ, ഡാഡ്, ഹെർ ഡാഡ് റിപ്ലൈഡ് നെഗറ്റീവ്ലി. ഹെർ ഡാഡ് റിപ്ലൈഡ് നെഗറ്റീവ്ലി. അത് നോ എന്ന് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. ഹെർ ഡാഡ് റിപ്ലൈ ചെയ്തു നെഗറ്റീവ്ലി. എന്താ പറഞ്ഞതെന്നുള്ളത് ആൻഡ് ചേർത്തിട്ട് അടുത്ത സെൻറ്റൻസ് പറയാം. കോമ ഉണ്ടല്ലോ, അപ്പോൾ നമ്മളവിടെ ആൻഡ് എന്ന് കൊടുത്തു. ആൻഡ്
യു ഹാവ് ടു എന്താക്കണം? പാസ്റ്റ് ആക്കുമ്പോൾ യു ഹാവിൻ്റെ പാസ്റ്റ് ഹാഡ് ആണ്. അപ്പോൾ യു മാറ്റിയിട്ട് കൃത്യനല്ലേ ഉദ്ദേശിച്ചേ യു എന്ന്. അപ്പോൾ അത് ഷീ ഹാഡ് ടു. ഹാവ് ടു മാറ്റി ഹാഡ് ടു. പിന്നെന്താ? ഗോ ടു ദ സ്റ്റോർ ഫോർ ദോസ്. ഓക്കെ, ഹാവ് ടു ഗോ എന്നുള്ളത് പാസ്റ്റ് ആക്കുമ്പോൾ ഹാഡ് ടു ഗോ. ഓക്കെ, ഹാഡ് ടു ഗോ ടു ദ സ്റ്റോർ ഫോർ ദോസ്. അത്രയേ ഉള്ളൂ. ഇതിൽ ചെയ്തേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മളിത് സെൻറ്റൻസ് വായിച്ച് നോക്കുക. അവിടെ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ പാസ്റ്റ് ആണ്, രണ്ടാമത്തെ സെൻറ്റൻസ് പ്രസൻ്റ് ആണ്. ഫസ്റ്റ് സെൻറ്റൻസ് പാസ്റ്റ് ആയതുകൊണ്ട് നമ്മളതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. രണ്ടാമത്തെ സെൻറ്റൻസ് പ്രസൻ്റ് ആയതുകൊണ്ട് അതിനെ പാസ്റ്റിലേക്ക് മാറ്റണം. ഇതിൽ ഐ യു എന്നൊക്കെ തന്നിരിക്കുന്നത് ഐ എന്ന് ഉദ്ദേശിക്കുന്നത് പെൺകുട്ടീനെയാണെങ്കിൽ അവിടെ ഷീ എന്നും, ആൺകുട്ടിയാണെങ്കിൽ യു എന്താ പറയുക ഹീ എന്ന് യൂസ് ചെയ്യണം. ഇവിടെ യു എന്ന് ഉദ്ദേശിക്കുന്നത് ആണിനെ ആയതുകൊണ്ടാണ് അവൾ ഹീ എന്ന് പറഞ്ഞേക്കുന്നത് ആ സെൻറ്റൻസിൽ. അപ്പോൾ നമ്മൾ ആണാണോ പെണ്ണാണോ എന്നുള്ളത് അവിടെ കോൺവെർസേഷൻ ആരെ പറ്റിയാണ് എന്നുള്ളത് നോക്കിയിട്ട് അത് ആഡ് ചെയ്യണം. അതിനെ മാറ്റി യുവും ഷീയും ഒക്കെ ആക്കാം. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ റിപ്പോർട്ടഡ് സ്പീച്ച് ഓക്കെ ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.